ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ 2-3 ആഴ്ചയിലധികമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് 2-3 അങ്ങനെ ഇൻഗ്രീഡിയൻ്റൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണേ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിനി 1-2 ആഴ്ചയും കൂടെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്ര നാളായിട്ടും പറയാണ്ടിരുന്നത്. ഇതൊരു റോസ്മേരി ഹെയർ ഓയിലാണ് കേട്ടോ. നമുക്ക് ഒരാഴ്ചയ്ക്കൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന, ഒരാഴ്ചയിലധികം വെക്കണമെങ്കിൽ വേറെ രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ആ ഓയിൽ. ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഓയിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കാച്ചിയെടുക്കുന്ന എണ്ണ പോലെ നമ്മൾ ഉരുളി ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെയാണ് ഇരിക്കത്തുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നോർമൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അളവിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരിയും അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില, പച്ചയ്ക്കുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ നമുക്ക് ഓയിലോട്ട് ചെല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സത്തും നമ്മുടെ ഓയിലിലോട്ട് വരാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഓയിലോട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല എന്ന് മാത്രമല്ല അതൊരു നെഗറ്റീവ് റിയാക്ഷൻ പോലെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഈ സമയത്ത് അപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ആ കളർ വരുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല പിന്നെ നല്ലൊരു സ്മെല്ലാണ് റോസ്മേരിയുടെ സ്മെല്ല്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. നമ്മുടെ ഹെയർ ബൂസ്റ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും കൊഴിഞ്ഞു പോകുന്നത് നിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിഴകൾ കട്ടി കിട്ടുന്നതിനും വേണ്ടിയിട്ടും റോസ്മേരി യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളുകളായിട്ട് റോസ്മേരിയുടെ സിറം യൂസ് ചെയ്യാണ്. നിങ്ങളിത് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ആഴ്ചയ്ക്കുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ. ഈ ഓയിൽ ചൂട്ടോടെ തന്നെ അരിച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും നമ്മൾ റോസ്മേരി അതിൻ്റെ എന്താ പറയുക എസൻസും അതുപോലെ ആ ഓയിലൊക്കെ വലിച്ചെടുക്കുക. അപ്പോൾ ചൂട്ടോടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലോട്ട് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 തവണ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ.